വെൽക്കം ബാക്ക് ടു രാധിക സ്ട്രീം വേൾഡ്. ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ഉമേഷ് ചേട്ടനും കൂടി ഒരു നൈറ്റ് റൈഡിന് പോയ വീഡിയോ ആണ്. ഈ ചെടി നിങ്ങൾക്ക് എന്താണെന്നറിയോ? എനിക്കിത് കാണുമ്പോൾ ഊട്ടിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഡ്രൈ ഫ്ലവർ ഇല്ലേ, അതുപോലെ എനിക്ക് തോന്നും. നിങ്ങൾക്കത് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങള് ദേവജന മാതാപ്പള്ളിയിൽ അന്ന് പെരുന്നാളായിരുന്നേ, അത് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പ്രദക്ഷിണം വരുമായിരുന്നു. അതുകൊണ്ട് പള്ളിയിലകത്തോട്ടൊന്നും പോയില്ല, വെളിയിൽ നിന്ന് തന്നെ കണ്ടു, ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് കണ്ടു. ആദ്യം ഉമേശ്വരം പോയി നോക്കി, എനിക്ക് പോകാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പോയി കണ്ടോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 5:45 അവിടെ എത്തിയത്. 6:45 വരെ പ്രദർശനം ഉണ്ടായിരുന്നു. ഇത് അവിടെ അവർ ഇങ്ങനെ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഈ വണ്ടിയൊക്കെ വരുന്നുണ്ടേ. ഉമേശ്വരനെ എന്നെ ശ്രദ്ധിക്കണം, വീഡിയോയും കൂടി എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് അതെടുത്തില്ല. അപ്പൊ അവരവിടം വരെ പോയിട്ട് തിരിച്ചു വരും. ഏറ്റവും ലാസ്റ്റ് മാതാവിനെ കൊണ്ടുവരുവേ. ഇത് ഓരോ കുട്ടികള് നല്ല രസമുണ്ടായിരുന്നു. യെല്ലോ കളർ ഡ്രസ്സ്, ബ്ലൂ കളർ ഡ്രസ്സ്, പിങ്ക് കളർ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ ഒരുങ്ങി ബലൂണൊക്കെ പിടിച്ചിട്ട് പോവുമായിരുന്നു. ഇത് ആദ്യം അങ്ങോട്ട് പോയവരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരുവാണേ. അത് കഴിഞ്ഞ ശേഷമാണ് മാതാവ് വരുന്നത്. ഇതാണ് മാതാവിന്റെ പ്രദക്ഷിണം. മാതാവിനെയും കൊണ്ട് വരികയാണ്. ഞാനിത് TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്, തുമ്പോളി മാതാവിന്റെ പെരുന്നാളിന്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം ഈ മാതാവിനെ നേരിട്ട് കാണാട്ടോ. ഞങ്ങളുടെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെ, ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന അവിടെ ഇങ്ങനെ തുമ്പോളി മാതാവിനെ കൊണ്ടുവരുമായിരുന്നു ഓരോ സമൂഹത്തിൽ. അപ്പോൾ അവിടെ ഞങ്ങളുടെ അവിടെ മെജോറിറ്റി എന്താ പറയുക, ഭൂരിഭാഗവും ക്രിസ്ത്യൻസ് ആയിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഹിന്ദുസ്. അപ്പം ഞങ്ങളുടെ വീടുകളിലും മാതാവിനെ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ മാതാവിനെ നേരി കാണുന്നത്. അങ്ങനെ ഞാൻ കുറേ നാളെ 8 വർഷത്തിന് ശേഷമാണ് ഞാൻ മാതാവിനെ നേരിൽ കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആളുകൾക്കൊക്കെ സഹതാപമൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ. അതൊക്കെ മാറി, അതൊക്കെ പണ്ടായിരുന്നു. ആളുകൾ എന്നെ കണ്ടപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. ആദ്യമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണെന്നവർക്ക് അങ്ങനെ ഒരു തോന്നലൊന്നും അവർക്ക് ഉണ്ടായില്ല. പോകുന്നവരും ഈ ജാഥയിലൂടെ പോയവരെല്ലാവരും, ജാഥയില്ല, റാലിയിലൂടെ പോയവരെല്ലാവരും എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. അറിയാവുന്ന ഒരു കുട്ടിയെ പോലെ എല്ലാവരും നോക്കി ചിരിച്ചത്, അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ നമ്മുടെ സമൂഹത്തില്. ആളുകളുടെ ഉള്ളിൽ നിന്ന് സഹതാപം മാറി കൂടെ ഞങ്ങൾ ഉണ്ടാവുമെന്നൊരു ചിന്ത വരട്ടെ അല്ലേ.
ഈ റാലി അകത്തോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഞാനും ഉമേഷ് ഏട്ടനും വീട്ടിലോട്ട് പോന്നു. ഈ റാലി പള്ളിയിൽ നിന്ന് വന്നത് ഇവിടം വരെ ഈ ഫോട്ടോ ഫ്രെയിം വെച്ചില്ല, അവിടം വരെ വന്നിട്ടാണ് തിരിച്ച് പള്ളിയിലോട്ട് വന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന്. അങ്ങോട്ട് പോയപ്പോൾ ആ ടൈമിൽ അവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.